സംഭവിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റു ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ച് ഓടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കെത്തി കുനിഞ്ഞു നോക്കി ശീലം കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല താനും. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറയ്ക്കെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സകല ജീവന്റെയും ഉൽപ്പത്തി സ്ഥാനവരോടമായിരിക്കും ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ കരുണയിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചല്ല കർത്താവേ. നിന്റെ സമാധാനവും നന്മകളും ഞങ്ങളെ ഈ ദിവസങ്ങളിൽ ശക്തീകരിക്കണമേ കർത്താവേ. വചന ധ്യാനത്തിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്ന കർത്താവേ, ഇന്നാവശ്യമായിട്ടുള്ള ആത്മീയ മന്ന ഞങ്ങൾക്ക് ലഭിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയല്ലോ വചനം വ്യാഖ്യാനിപ്പാനുള്ള കൃപ ബലഹീനദാസനായിരിക്കും നടീനെ നൽകി തരണമേ കർത്താവേ. ജനത്തെ എല്ലാ ദൈവകൃപകളാലും നിറച്ചാട്ട് യേശു നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. 50 ദിവസക്കാലം നീണ്ടുനിന്ന വ്രതങ്ങൾക്കും ധ്യാനങ്ങൾക്കും ഒക്കെ ശേഷം ഇന്ന് നമ്മൾ ഈസ്റ്ററിനായിട്ട് ഉത്ഥാനത്തിൻ്റെ പെരുന്നാളിനായിട്ട് കൂടി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസത്തിലെ ആത്മീയ അനുഭവങ്ങളെല്ലാം തന്നെ നമ്മളെ ഒരു പരിപക്വമായ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക്, ആത്മീയതയിലേക്ക് നയിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. 50 ദിവസങ്ങൾ നമ്മൾ നിരന്തരമായി വചനങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. വളരെ അനുഗ്രഹീതമായിട്ടുള്ള ദൈവവചനം ഓരോ ദൈവമക്കളിലൂടെ കേൾക്കുവാൻ, പ്രഭാതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്ന ദൈവവചനം കേൾക്കാൻ, സന്ധ്യയെങ്കിൽ മുതിർന്ന ആളുകൾ പറയാനുള്ള ദൈവവചനം കേൾക്കുവാൻ നമുക്കൊരുപാട് അവസരങ്ങൾ ലഭിച്ചു. മിക്ക സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട ദിവസവും രാവിലെ തന്നെ ധ്യാനങ്ങൾ ഇടുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ പറയുവാൻ ശ്രമിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒത്തിരി ഇടുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു അതിപ്രസരം, ഇതിൻ്റെ ഒരു ഗൗരവം ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് അല്ലേ. പലരും ഈ ലിങ്കൊന്നും തുറക്കാറ് പോലുമില്ല. അതുകൊണ്ട് ഒരുപാട് നമ്മൾ പറയാം, അധികമായാൽ അമൃതും വിഷമാണ് അല്ലേ എന്ന് പറയുന്നൊരവസ്ഥയിൽ കാര്യങ്ങൾ മാറുവാൻ പാടില്ല. എന്നാൽ ദൈവവചനം അതിൻ്റെ ഗൗരവത്തോടെ കേൾക്കുവാനും ധ്യാനിക്കുവാനും വിചിന്തനം ചെയ്യുവാനും നമുക്ക് സാധിക്കണം. അതേറ്റവും ആവശ്യമായിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം നന്നായി അവസാനിക്കുന്ന ഒരു 3-ാം ദിനം ഉണ്ട്. എല്ലാം നന്നായി അവസാനിക്കുന്ന ഒരു 3-ാം ദിനമുണ്ട്. അതാണ് ഇന്ന്. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഈ പെരുന്നാളിനായിട്ട് കൂടി വന്നിരിക്കുന്നത്. മരണത്തിൻ്റെ മേൽ ജീവൻ്റെ വിജയത്തിൻ്റെ ആഘോഷം നടക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. മരണം കൊണ്ട് എല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി അങ്ങനെയല്ല എന്ന് ലോകത്തെ പഠിപ്പിക്കുവാൻ കർത്താവ് ഉത്ഥാനത്തിലൂടെ, ഉയർപ്പിലൂടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനാക്രമത്തിൽ നമ്മൾ പാടുന്ന മനോഹരമായ ഒരു പാട്ടിൻ്റെ വരി ഇങ്ങനെ തന്നെയാണ്. ഇവിടെയും കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി, കർത്താവിന് വേണ്ടി നിന്നത് നമ്മൾ വായിച്ച വിശുദ്ധ എവൻഗേലിയോൻ ഭാഗം ഒക്കെ അതാ പഠിപ്പിക്കുന്നത്. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കൽ ഇന്നത്തെക്കാട്ടിലും ഭീകരമാണ് അന്നത്തെ സെമിത്തേരി എന്ന് പറയുന്നത്. കാട് പിടിച്ച് കിടക്കുന്ന ആ പശ്ചാത്തലത്തിലേക്ക് സ്ത്രീകൾ പോകുക എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്കപ്പുറത്ത് ചിന്തിക്കാൻ. ഇത്രയും മനോഹരമായിട്ടൊക്കെ കടന്നിട്ട് പോലും സെമിത്തേരി കണ്ടാൽ പലപ്പോഴും പലർക്കും ഭയം. ഞാൻ പറയും, സെമിത്തേരി ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതേക്കാളും വലിയ യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ ഒന്നുമില്ല. കയറുമ്പം ഒന്ന് അങ്ങോട്ട് നോക്കിയാൽ മതി അല്ലേ. എത്ര പ്രഗത്ഭരായിട്ട് ജീവിച്ച ആളുകൾ അല്ലേ, എത്ര സൗന്ദര്യമുണ്ടായിരുന്ന ആളുകൾ, എത്ര നല്ല മിടുക്കരായ ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ അല്ലേ. കാലഘട്ടത്തിൻ്റെ മുമ്പോട്ടുള്ള കാലചക്രം മുമ്പോട്ട് നീങ്ങിയപ്പോൾ കാല യൗവനിക്കുള്ളിൽ മറഞ്ഞു പോയതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്. എപ്പോഴും പള്ളിയോട് ചേർന്ന സെമിത്തേരി ഉള്ളത് വളരെ നല്ലത് തന്നെയാണ്. കുർബാനയ്ക്കും ആരാധനയ്ക്കും കയറുന്നതിന് മുമ്പ് ഒന്ന് കണ്ടിട്ട് കയറുന്നത്. ഇത്രയേ ഉള്ളൂ ജീവിതം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ റോമൻ സാമ്രാജ്യത്തെ ശക്തിക്കും അവരുടേതായിട്ടുള്ള കാവൽ സംവിധാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾക്കും അവരുടെ കാര്യരും പാണികൾക്കൊന്നും തളർത്തുവാനോ തളച്ചിടുവാനോ സാധിക്കുന്ന ഒന്നല്ല
യേശു ക്രിസ്തു എന്ന് പറയുന്ന സർവശക്തനായിരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നുള്ളതാണ് ഉയർപ്പ് നമ്മളോട് പറയുവാൻ ശ്രമിക്കുന്നത്. ഉയർപ്പൊരു പ്രത്യാശയുടെ സങ്കീർത്തനമാണ്. ലോകത്തിൽ പലതിനെയും ഭയപ്പെടുന്നവരാണ് പലരും. എന്നാൽ ഉയർപ്പ് നമ്മളോട് പറയുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്കറിയാം വാതിലിലൂടെയൊന്നുമല്ല ആ മാളിക മുറിയിലൊക്കെ പ്രവേശിക്കുന്നത്, കർത്താവോട് വരുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ധരിച്ചിരിക്കുന്ന ശരീരം എന്ന് പറയുന്നത് ദിവ്യതയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ശരീരത്തിനകത്താണ് ക്രിസ്തു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ നമുക്ക് ഈ രീതിയിൽ എല്ലായിടത്തും കാണുവാൻ സാധിക്കുന്നത് എന്നുള്ളത് പറയുന്നത്. അതുകൊണ്ട് ഈ ഈസ്റ്റർ എന്ന് നമ്മൾ ആചരിക്കുമ്പോൾ 3 കാര്യങ്ങൾ ആമുഖമായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ദർ ഈസ് ആൻ എംപ്റ്റി ടൂംബ്. ഒരു ശൂന്യമാക്കപ്പെട്ട കല്ലറയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ശൂന്യമാക്കപ്പെട്ട കല്ലറ എന്ന് പറയുന്നത് ഈസ്റ്ററിൻ്റെ അടയാളങ്ങൾ ഒന്നാണ്. അത് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് ദൈവം ഒരു നിത്യതയുടെ അനുഭവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഉയർപ്പിലൂടെ ഒരു ഇറ്റേണൽ ലൈഫിന്, നിത്യതയുടെ അനുഭവം കർത്താവ് വാഗ്ദത്തം ചെയ്തതിൻ്റെ ശക്തമായ പ്രതീകമാണ് ശൂന്യമാക്കപ്പെട്ട കല്ലറയെന്ന് പറയും. നമ്മൾ പല കല്ലറകളും തപ്പാൻ പോയാൽ അവിടെ ആളുകളുടെ ശരീരം ജീർണിച്ചതും അസ്ഥി കഷ്ണങ്ങളും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ക്രിസ്തുവിൻ്റെ കല്ലറ, ശൂന്യമാക്കപ്പെട്ട കല്ലറ എന്ന നിലയിൽ അത് പറയുന്നത് ഇത് നിത്യതയിലേക്കുള്ള യാത്രയുടെ തുടക്കമായിട്ടാണ് അതിനെ സൂചിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ദർ ഈസ് ആൻ എംപ്റ്റി ബറിയൽ ക്ലോത്ത്. നമ്മളിവിടെ വായിച്ചല്ലോ, ശീലകളെക്കുറിച്ച് വായിച്ചു, റൂമാൽ ചുരുട്ടി വെച്ചിരിക്കുന്നു എന്നുള്ളത് വായിച്ചു. അത് നമുക്കറിയാം, ഒരാൾ മരിക്കുമ്പോൾ ശരീരത്തിൽ നമ്മൾ മൂടുന്ന തുണിയാണ്. ആ തുണി ശൂന്യമാക്കപ്പെട്ട കല്ലറയിൽ ചുരുട്ടി വെച്ചിരിക്കുന്നത് ഈ സ്ത്രീകളും ശിഷ്യന്മാരും ഒക്കെ കാണുന്നത് വിശുദ്ധ എവനികോലിൻ്റെ വായനയിൽ നമ്മൾ കേട്ടു. അത് പറയുന്നതിനാണെന്ന് ചോദിച്ചാൽ, ക്ഷണികമായ വസ്ത്രം വിട്ട് തേജസ്സിൻ്റെ വസ്ത്രം ധരിക്കാൻ പോകേണ്ടവരാണ് നമ്മളൊക്കെ, അല്ലേ? ക്ഷണികമായിരിക്കുന്ന ഈ വസ്ത്രധാരണങ്ങളൊക്കെ വിട്ട് തേജസ്സിൻ്റെ വസ്ത്രം ധരിക്കുവാൻ തക്കവണ്ണം നമ്മൾ പോകേണ്ടവരാണെന്നൊരു സൂചനയാണ് ശൂന്യമാക്കപ്പെട്ട വസ്ത്രത്തിൻ്റെ അടയാളം നമ്മളെ സൂചിപ്പിക്കുന്നത്. ദർ ഈസ് ആൻ എംപ്റ്റി ക്രോസ്. ക്രൂശിക്കപ്പെട്ട കർത്താവിനെയാണ് ദുഃഖവെള്ളിയിൽ നമ്മൾ ധ്യാനിച്ചത്. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പ്ലെയിൻ കുരിശാണ് നമ്മുടെ ആരാധനയുടെ മധ്യത്തിൽ നമ്മൾ വിൽക്കുന്നത്. ക്രൂശ് തിരുവ് നമ്മൾ വെക്കത്തില്ല, കാരണം ക്രിസ്തു ഉയർത്തെറ്റു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയുടെ സെൻട്രൽ പാർട്ടിൽ നമ്മൾ പ്ലെയിൻ കുരിശ് വെക്കുന്നത്. അത് അർത്ഥമാക്കുന്നത് നമ്മുടെ പാപങ്ങളെ കർത്താവ് ഈ കുരിശ് മരണത്തിലൂടെ ക്ഷമിച്ച് നമുക്ക് നിത്യതയുടെയും രക്ഷയുടെയും അനുഭവത്തെ കുരിശിലൂടെ വാഗ്ദാനം ചെയ്തു. 3 ശൂന്യമാക്കപ്പെട്ട അനുഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ദർ ഈസ് ആൻ എംപ്റ്റി ടൂംബ്, ദർ ഈസ് ആൻ എംപ്റ്റി ബറിയൽ ക്ലോത്ത്, ദർ ഈസ് ആൻ എംപ്റ്റി ക്രോസ്. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ ഉത്ഥാനത്തിലൂടെ, ഉയർപ്പിലൂടെ തീർച്ചയായിട്ടും കല്ലറയ്ക്കും കുരിശിനുമൊക്കെ പുതിയൊരു നിർവചനം കൊടുക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വലിയ പ്രത്യേകതയെന്ന് പറയുന്നത്. യേശുവിൻ്റെ ഉത്ഥാനത്തിന് മുമ്പ് കുരിശെന്ന് പറയുന്നത് ഇറ്റ് വാസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ഹൊറിബിൾ ഡെത്ത്. വളരെ നിന്ദ്യവും നീചവും പൈശാചികവുമായ മരണത്തിലേക്ക് ഒരു കുറ്റവാളിയെ നയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമായിരുന്നു യേശുവിൻ്റെ കുരിശ് മരണത്തിന് മുമ്പ് കുരിശിന് ലോകത്തിലുണ്ടായ സാന്നിധ്യം എന്ന് പറയുന്നത്. എന്നാൽ കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ക്രോസ് ബിക്കേം എ സിംബൽ ഓഫ് ഹോപ്പ് ആൻഡ് ഗോഡ്സ് ലവ്. കുരിശ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം അത് പ്രത്യാശയുടെ സാന്നിധ്യമായി, ദൈവസ്നേഹത്തിൻ്റെ അടയാളമായി എന്നുള്ളതാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. ഉത്ഥാനത്തിന് മുമ്പ് പ്രിയമുള്ളവരെ, കല്ലറ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ലാസ്റ്റ് ചാപ്റ്റർ ഓർ എൻഡ് ഓഫ് എവരിതിങ്. കല്ലറ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ അവസാനമായിരുന്നു. ജീവിതത്തിൻ്റെ അവസാനത്തെ അധ്യായമായിട്ടാണ് മരണത്തെയും കല്ലറയെയും കണ്ടിരുന്നുവെങ്കിൽ യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം മരണത്തിനപ്പുറത്ത് പ്രതീക്ഷകളുണ്ട് എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. ബിയോണ്ട് ദ ഡെത്ത് ദർ ഈസ് എ ന്യൂ ലൈഫ് ബിഗിനിങ്. ദർ ഈസ് ബിഗിനിങ് ഓഫ് ന്യൂ ലൈഫ്. പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം ലോകത്തോടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഉദ്ധാനം സൂചിപ്പിക്കുന്നത് വി നീഡ് ദ ട്രാൻസ്ഫോർമേഷൻ ഇൻ അവർ ലൈഫ്. ഒരു രൂപാന്തരമുണ്ട് എന്നുള്ളതാണ് ഉയർപ്പ് പറയുന്നത്. ഒരു പരിണമിക്കലുണ്ട്, ഒരു പരിണാമമുണ്ട് എന്നുള്ളതാണ് ഉയർപ്പ് ലോകത്തോട് പറയുവാൻ ശ്രമിക്കുന്നത്. അതെന്താണ്? മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ളൊരു പരിവർത്തനമാണ്. നിരാശയുടെ അനുഭവത്തിൽ നിന്ന്, നിരാശപ്പെട്ട ശിഷ്യ സമൂഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് മാറുകയാണ്. സങ്കടപ്പെട്ടിരുന്ന സ്ത്രീകളെയും ശിഷ്യരെയും സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിലേക്ക് അവരെ പരിവർത്തിപ്പിക്കുന്ന ഒരു ശക്തിയേറിയ പ്രവർത്തനത്തെയാണ് ഈ ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിൽ, ഉയർപ്പിൻ്റെ അനുഭവത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. സോ ദ റിസറക്ഷൻ പ്രൊക്ലൈംസ് ദ പവർ ഓഫ് ഗോഡ്.
ഉദ്ധാനം പ്രഖ്യാപിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. അതാണ് ഈസ്റ്റർ പറയുന്നത്. അതുകൊണ്ട് ശക്തമായ പട്ടാളക്കാരുടെ കാവൽ, അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുകയാണ്. വളരെ വലിയ ഒരു പാറക്കഷണമാണ് കൊണ്ട് ഈ മൂടിയായിട്ട് കല്ലറയ്ക്കയിൽ വെച്ചിരിക്കുന്നത്. അതങ്ങനെ എളുപ്പത്തിലൊന്നും നീക്കാൻ പറ്റുകയില്ല. അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുകയാണ്. അത് മാത്രമല്ല, ആരും പേടിപ്പെടുന്ന റോമൻ മുദ്രയുണ്ട് ഈ കല്ലറയിൽ. തൊടാൻ ആരും അത്ര പെട്ടെന്നൊന്നും മുതിരുകയില്ല എന്നുള്ളതാണ് ആ കാലഘട്ടം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് എല്ലാ ശക്തമായ സംവിധാനങ്ങളെയും തകർത്തുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവർത്തനമാണ് ഉദ്ധാനത്തിൻ്റെ പെരുന്നാളിൽ കാണുവാൻ സാധിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ദർ ഈസ് ആൻ ഐ വിറ്റ്നസ് ഫോർ ദ റിസറക്ഷൻ. എന്താണ് ഉദ്ധാനത്തിൻ്റെ തെളിവുകൾ? ഇത് വെറുതെ പറയുന്നതല്ല, ശക്തമായ തെളിവുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ശൂന്യമാക്കപ്പെട്ട കല്ലറയുണ്ട്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കുരിശുമരണത്തിൽ പേടിച്ചു പോയവരാണ്, ഭയപ്പെട്ടു പോയവരാണ്. എന്നാൽ യേശു കർത്താവിൻ്റെ ഉയർപ്പ് കണ്ടപ്പോൾ അവർ ഭീരുക്കളെന്ന നിലയിൽ നിന്ന് മാറി കർത്താവിനെ ക്രൂശിക്കുവാൻ കാരണമായവരെ വെല്ലുവിളിക്കുവാൻ തക്കവണ്ണമുള്ള ധൈര്യത്തിലേക്ക് അവരുടെ ജീവിതം മാറുകയാണ്. അതിന് കാരണം ഉയർപ്പാണ്. ശിഷ്യന്മാർക്കുണ്ടാകുന്ന മാറ്റം ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന വിശ്വാസത്തിലേക്ക് അവർ പോവുകയാണ്. അവർ മാത്രമല്ല, അവരെ തുടർന്ന് വരുന്ന ശിഷ്യഗണങ്ങളൊക്കെ എത്ര കിരാതമായ ഭരണമാണെങ്കിൽ പോലും സുവിശേഷത്തിന് വേണ്ടി സ്വന്തം ജീവനെ ബലിയർപ്പിക്കുവാൻ കഴിഞ്ഞത് യേശുവിൻ്റെ ഉയർപ്പിനെ കണ്ടതുകൊണ്ടാണ്. തെളിവുകളെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് വായിച്ച എവൻഗെലിയോൻ ഭാഗം മഗ്ദലക്കാരത്തെയും മറിയേയും മറ്റേ മറിയേയും യേശു കർത്താവിൻ്റെ സാന്നിധ്യം ഇവർ കാണുകയാണ്. ദൂതന്മാർ പറയുന്നുണ്ട്, നിങ്ങളെന്തിനാണ് ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ തിരയുന്നത്? ദൂതന്മാർ പറയുന്ന സാക്ഷ്യമുണ്ട്. കർത്താവ് വന്നപ്പോൾ തോമാസ് അവിടെ ഇല്ലായിരുന്നു. 8 ദിവസം കഴിഞ്ഞ് തോമസിൻ്റെ മുമ്പിൽ കർത്താവ് വീണ്ടും പ്രത്യക്ഷനാകുന്നുണ്ട്. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞിട്ടൊക്കെ മീൻ പിടിക്കാൻ പോയി. തിബിരിയോസിൻ്റെ കടൽക്കരയിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന പത്രോസിൻ്റെയും കൂട്ടരെ മുമ്പിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എമ്മൂസിലേക്ക് റോഡിലൂടെ നടന്നുപോയ ശിഷ്യന്മാരോടൊപ്പം കർത്താവ് നടന്നു പോകും നമ്മൾ വായിക്കുന്ന കാര്യമാണ്. പുതിയ നിയമത്തിൻ്റെ സഭയുടെ ഏറ്റവും ശക്തനായിരിക്കുന്ന സ്ഥാപകന്മാരിൽ ഒരാളായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലേ, കർത്താവിനാൽ പിടിക്കപ്പെട്ടവനാണ് ഡെമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച്. 11 ശിഷ്യന്മാർക്കും കർത്താവ് പ്രത്യക്ഷനാകുന്നുണ്ട്. പ്രിയമുള്ളവരെ, പിന്നീടുള്ള യാത്രയിൽ ലോകത്തിൻ്റെ ചരിത്രങ്ങളിൽ അനേകരുടെ മുമ്പിൽ ഈ ക്രിസ്തു പ്രത്യക്ഷനാകുന്നുണ്ട്. അതുകൊണ്ട് ഇന്നും ജീവിക്കുന്ന കർത്താവിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇഫ് ക്രൈസ്റ്റ് ഹാസ് നോട്ട് ബീൻ റൈസ്ഡ് അവർ പ്രീച്ചിങ് ഈസ് യൂസ്ലെസ്. കർത്താവ് ഉയർത്തുന്നിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥം, നമ്മുടെ വിശ്വാസം വ്യർത്ഥമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുവാൻ ശ്രമിക്കുകയാണ്. സോ ദ പ്രസൻസ് ഓഫ് ജീസസ് ഈസ് നെസസറി ഫോർ എ കൗണ്ടർ വേൾഡ്. യേശുവിൻ്റെ സാന്നിധ്യം സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ലോകം നിർമ്മിക്കുന്നതിന് വളരെ ആവശ്യമാണ് എന്നുള്ളതാണ് ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. നന്മയുടെ ലോകം പണിതുയർത്തണമെങ്കിൽ അതിന് കർത്താവിൻ്റെ സാന്നിധ്യം വേണം. പ്രിയമുള്ളവരെ, എവിടെ നന്മയുടെ ലോകം പണിയണമെന്നുണ്ടെങ്കിൽ യേശു ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. പള്ളിയുള്ളതുകൊണ്ടും പള്ളിക്കൂടമുള്ളതുകൊണ്ടും കാശുള്ളതുകൊണ്ടും നല്ല വീട് പണിതാലും ഒന്നും അത് ദൈവിക ഭവനങ്ങളോ കൂടാരങ്ങളോ ആയി തീരുകയില്ല. ശരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം, അല്ലേ? ശരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് നന്മയുടെ കൂടാരങ്ങളും നന്മയുടെ ആലയങ്ങളുമായിട്ട് നന്മയുടെ സ്തുതിപ്പുകളുമായിട്ട് മാറുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് ഉയർക്കപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യം ഈ കാലഘട്ടത്തിലും തിന്മയ്ക്കെതിരെ പോരാടുവാൻ തക്കവണ്ണം വളരെ ശക്തമായിട്ട് ആവശ്യമായിരിക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് വചനം നമ്മളോട് പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. ദ റിസറക്ഷൻ ചേഞ്ചസ് ദ ആറ്റിറ്റ്യൂഡ് വി ലുക്ക് അറ്റ് ലൈഫ്. ജീവിതത്തെ സമഗ്രമായി കാണുവാൻ ഉയർക്കപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യം, ജീവിതത്തെ കുറച്ചുകൂടെ ഒരു പൂർണ്ണതയിൽ കാണുവാൻ, ജീവിതത്തെ കുറച്ചുകൂടെ ഒരു ഇൻ്റഗ്രൽ പാർട്ടിൽ നിന്നുകൊണ്ട് സമഗ്രതയിൽ നിന്ന് കാണുവാൻ സാധിക്കണം. ഇന്ന് കാണുന്ന ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് വെട്ടിപ്പിടിക്കുക, കുതികാല് വെട്ടുക, ചിരിച്ചോണ്ട് കഴുത്തറക്കുക, പുറകിൽ നിന്ന് കുത്തുക. എന്നാൽ ഈസ്റ്ററിൽ ഉയർക്കപ്പെട്ട കർത്താവ് പറയുന്ന അതല്ല പ്രിയമുള്ളവർ. ഇതെല്ലാം കണ്ട് സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുകയാണ്. ഉദ്ധാനം മൂലം ജീവിതത്തിനും മരണത്തിനും കർത്താവ് പുതിയൊരു നിർവചനം കൊടുക്കുകയാണ്. ദർ ഈസ് നോ ഡെഫിനിഷൻ ഫോർ ദ ഡെത്ത്. ഉദ്ധാനത്തിലൂടെ കർത്താവ് പുതിയൊരു നിർവചനം ജീവിതത്തിനും മരണത്തിനും കൊടുക്കുകയാണ്. ഡെത്ത് ഈസ് ലൈക്ക് എ വെഡ്ഡിങ്, ഒരു കല്യാണം പോലെയാണ്, അല്ലേ?
സഭ എന്ന് പറയുന്ന മണവാട്ടി നിത്യ മണവാളനായ കർത്താവിന് വേണ്ടി ഒരുങ്ങുന്നതാണല്ലോ രണ്ടാം വരവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കുഞ്ഞാടിൻ്റെ കാന്ത എന്ന നിലയിൽ കല്യാണത്തിനായിട്ട് ഒരുങ്ങുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമാണ് ഡെത്ത് ഈസ് ഫോർ ബാൻകെറ്റ്. മരണത്തിന് ശേഷം നമ്മൾ ഇവിടെ തീരുകയല്ല, ഒരു വിരുന്നിനായിട്ട് കടന്നു പോവുകയാണ്. ആ വിരുന്നിൻ്റെ മുന്നാസ്വാദനമാണ് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ഈ നാളുകളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സോ ഈസ്റ്റർ ഈസ് ആൻ ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ് ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഉയർപ്പിൻ്റെ പെരുന്നാൾ. മനുഷ്യ ജീവിതത്തിൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ പാപങ്ങൾക്കുള്ള മറുപടിയാണ് ഈസ്റ്റർ നൽകുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ ഏകാന്തതയ്ക്കുള്ള മറുപടിയാണ് നമ്മളോടെപ്പോഴും ജീവിക്കുന്ന, നമ്മൾ കർത്താവിനോടുകൂടെ ജീവിക്കുന്ന അവസ്ഥ, ഒറ്റപ്പെട്ട അവസ്ഥയല്ലല്ലോ. രക്ഷയ്ക്കുള്ള മറുപടിയാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. ഇതൊരു ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ശിഷ്യന്മാരോട് പറയുവാൻ കർത്താവ് പറയുന്നത് പോലെ വലിയ സന്ദേശമൊന്നും നമുക്ക് പറയുവാൻ ഇല്ല. ഇത്രയേ ഉള്ളൂ. യു ഗോ ആൻഡ് ടെൽ ഹീസ് റൈസൺ. നിങ്ങൾ പോയി പറയാൻ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുക. ഇതാണ് ഈസ്റ്ററിൻ്റെ ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത്. നമ്മുടെ കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരൻ ആയവൻ മരണത്തിനെ അതിജീവിച്ച് ഉയർന്നെഴുന്നേറ്റിരിക്കുന്ന കർത്താവ്, ഇന്നും ജീവിക്കുന്ന കർത്താവ്. ഈ കർത്താവിൻ്റെ മുഖത്തേക്ക് പ്രത്യാശയോടുകൂടെ നോക്കുമ്പോഴാണ് നമ്മുടെ ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളെല്ലാം അനുഗ്രഹകരമായിട്ട് തീരുന്നത്. അതുകൊണ്ട് ഇത് ശൂന്യമാക്കപ്പെട്ട കല്ലറ എന്ന നിലയിൽ, ശൂന്യമാക്കപ്പെട്ട തുണികളുടെ സാന്നിധ്യം, ശൂന്യമാക്കപ്പെട്ട കുരിശ്, ഇതെല്ലാം ഉദ്ധിതനായ കർത്താവിനെയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്ത്രീയെ നീ കരയുന്നത് എന്ത്? കരയുന്നവരോടുള്ള കർത്താവിൻ്റെ ഐക്യദാർഢ്യമാണ് ഈ ഭാഗത്ത് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ കർത്താവ് മരണത്തിൻ്റെ ശക്തികളെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമുക്ക് ചേർന്ന് പാടാം. ആ ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. ലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ആ ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാ ഞാനുമെന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കും ആയതിനാൽ ഞാനുമെന്നേ ജീവിക്കയാമിനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ആ ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. കേട്ട വചനങ്ങളെ ഓർത്തിട്ട് ഏൽപ്പിച്ച ഒരാൾക്ക് പ്രാർത്ഥിക്കാം.